അൻവറിന്റെ കൈവിട്ട കളിയോ എന്നാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ അത് കൈവിട്ട കളിയല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ? ഞാൻ 2-3 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, PV അൻവറിൻ്റെ ഒത്താശയോടുകൂടി ഒരു സ്ഥാനാർത്ഥിനെ അവിടെ നിർത്തി വെക്കുക. ഇപ്പോൾ ആര്യാടെ ഷൗക്കത്തിനെ അവിടെ നിർത്തി വെക്കുക. ആര്യാടെ ഷൗക്കത്ത് അവിടെ ജയിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? PV അൻവർ തീർന്നില്ലേ? UDF, അതേപോലെ തന്നെ കോൺഗ്രസ്, ലീഗ്, അൻവർ വിചാരിച്ചിട്ട് നടക്കില്ല, ജയിച്ചിട്ടില്ല. അതോടെ അൻവറിൻ്റെ പൊടി എടുക്കാനുണ്ടാവില്ല പിന്നെ അങ്ങനെ. അപ്പോൾ എന്താണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്, അവിടെ 2021 VV പ്രകാശ് എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഈ പറയുന്ന ആര്യാടെ ഷൗക്കത്തിനേക്കാളും 5 ഇരട്ടി എന്തെങ്കിലും പറയാം, അത്രയറിയും ജനസമ്മതനായിരുന്നു VV പ്രകാശ്. ഒരു ശത്രുത ഉണ്ടായിരുന്നില്ല. അവിടെ ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം സമുദായം, ഈ യാഥാസ്ഥിക മുസ്ലിം സമുദായം, അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളുടെയും കണ്ണിലുണ്ണി എന്ന് പറയുന്ന ഒരാളായിരുന്നു VV പ്രകാശ്. VV പ്രകാശിനെ 2700 വോട്ടിനാണ് അൻവർ തോൽപ്പിച്ചത്. അൻവർ തോൽപ്പിക്കുന്ന അവിടുത്തെ അവസ്ഥ, VV പ്രകാശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് പറയുന്നത്, ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ആഫ്രിക്കയിൽ പോയി കിടക്കുന്ന അൻവർ, ഒരു കാര്യവും ചെയ്യാതെ വെറുതെ വിടുവായിത്തരം പറഞ്ഞു കിടക്കുന്ന അൻവർ എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ നെറേറ്റീവ്. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ഈ അൻവർ വരുന്നത്. അൻവർ മത്സരിക്കുന്നില്ല. അൻവർ തന്നെ പേടിയായിരുന്നു അൻവർ ജയിക്കില്ല എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ അൻവർ വരുന്നില്ല എന്ന് തീരുമാനിക്കുകയും ലാസ്റ്റ് കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക. നമ്മുടെ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം വന്നിട്ട് നോമിനേഷൻ കൊടുക്കുകയാണ്. അതിന് മുന്നേ ഒരു പ്രകടനം പോലും ഇല്ല, ഒരു പ്രചരണമില്ല, പ്രകടനമില്ല, ഒന്നുമില്ല. അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും അറിയില്ല. ആ സമയത്ത് ഈ VV പ്രകാശ് എന്ന് പറഞ്ഞ ആൾ 1.5 മാസമായിട്ട് ശക്തമായ പരിപാടി പ്രചരണം നടത്തി വലിയ രീതിയിൽ വിജയിക്കും എന്ന് പറയുന്ന സ്ഥലത്ത് 2700 വോട്ടിന് അന്ന് VV പ്രകാശ് ജയിച്ചു. ഒരു മിനിറ്റ്, VV അൻവർ ജയിച്ചു. എന്ത് സംഭവിച്ചു? അത് ഒന്നാമത്തെ കാര്യം. അതിന് തൊട്ട് മുമ്പത്തെ ഇലക്ഷൻ ആര്യാടെ ഷൗക്കത്തുമായിട്ടാണ് മത്സരിച്ചത്. ആര്യാടെ ഷൗക്കത്ത് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ PV അൻവർ അവിടുത്തുകാരനല്ല, നിലമ്പൂരുകാരനല്ല, വേറൊരു മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി നിന്ന് ജയിച്ച ഒരു പാരമ്പര്യം മാത്രമുള്ള ഒരു സ്ഥലത്തേക്കാണ് ആര്യാടെ ഷൗക്കത്ത് PV അൻവർ വന്നിറങ്ങുന്നത്. ആ സ്ഥലത്ത് അൻവർ 11,000 സംതിങ് വോട്ടിന് അത് ജയിച്ചു. ആ ജയിക്കുമ്പോൾ എന്താണ്, ആ സ്ഥലത്ത് 80% ആൾക്കാർക്ക് ആരെ അറിയില്ല? ഈ പറയുന്ന PV അൻവറെ അറിയില്ല. അവിടെ ജയിച്ചു. രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനത്തിൻ്റെ ഭാഗം ആരൊക്കെയാണ്? അവിടുത്തെ ക്രിസ്ത്യൻ സമുദായം, ഒരു പരിധി വരെ വരുന്ന ക്രിസ്ത്യൻ സമുദായം. രണ്ടാമത്തെ ഭാര്യ എന്താ? യാഥാസ്ഥികരല്ലാത്ത പുരോഗമനപരമായ മുസ്ലിം സമുദായം, അതുപോലെ തന്നെ കുറച്ച് ഹിന്ദു സമുദായം. ഈ എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലുള്ള ആദിവാസി സമുദായത്തെ എല്ലാം കൈയടക്കി ആര്യാടെ മുഹമ്മദ് വർഷങ്ങളായി വെച്ചുകൊണ്ടിരുന്ന ഒരു സമുദായം. ഇവരെല്ലാവരും ഇവിടെ കൂട്ടിയടക്കിയിട്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യാടെ മുഹമ്മദ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. ആ സമുദായങ്ങൾ മുഴുവൻ തിരിഞ്ഞുകുത്തി. എന്തുകൊണ്ട് തിരിഞ്ഞുകുത്തി? ലീഗ് നിങ്ങൾ പറയുന്നത് പോലെ 1987-ലെയോ 88-ലെയോ 2001-ലെ ലീഗ് അല്ല നിലമ്പൂരിലിപ്പോൾ. ലീഗ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറി. ആ ശക്തിയായി മാറിയതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 2-3 ആൾക്കാർ ഇതിനോട് ചേർന്നിട്ടുള്ള PK ബഷീർ MLA, അതുപോലെ വഹാബ് MP, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ആരുടെ കൂടെയുള്ളൂ? ഈ പറയുന്ന ആര്യാടെ ഷൗക്കത്തിന് നേതാക്കന്മാരായിട്ടുള്ളൂ. അണികളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ആര്യാടെ മുഹമ്മദുമായിട്ട് അടിയുണ്ടാക്കി വന്ന മണികളാണ്. അതൊരു സുപ്രഭാതത്തിൽ നേരെ കയറിയിട്ട് ആര്യാടെ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ ജയിച്ചു കളയുമെന്നൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന സംവിധാനം അല്ല നിലമ്പൂരുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് നേതാക്കന്മാർ, മണ്ഡല പ്രസിഡന്റുമാരെ കൂടെ ലീഗ് കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്ന് വിചാരിച്ചാൽ അവിടെ ആര്യാടെ ഷൗക്കത്ത് ജയിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ആർക്കറിയാം? അതറിയാവുന്ന ആളെന്ന് പറയുന്നത് ഈ പറയുന്ന അൻവറാണ്. അതുകൊണ്ടാണ് അൻവർ പറയുന്നത് എന്ത്, ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത്, നിങ്ങൾ ഈ പറയുന്ന പോലെ ജയിക്കില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി വരുന്നത് ഇപ്പോൾ CPM ആണ്. ആ CPMനെ മുഴുവൻ തിരിച്ചത് എങ്ങനെയാണെന്ന് അറിയാം? അൻവർ ഓരോ വീടുകൾ കയറി ഇറങ്ങി, മുനിസിപ്പാലിറ്റിയിൽ ഓരോ വീടുകൾക്ക് ഇറങ്ങി ഓരോരുത്തരെ നേരിട്ട് കണ്ടിട്ട് ഈ പറഞ്ഞ ആര്യാടെ മുഹമ്മദിനെയും ആര്യാടെ ഷൗക്കത്തിൻ്റെയും കുറ്റം ഇൻഡിവിജ്വലി പറഞ്ഞാണ് ഈ പറഞ്ഞ ആളുകളെ തിരിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലല്ല, ആ തിരിച്ച് അനീൻ്റെ അടുത്ത് തിരിച്ച് അൻവർ എന്നിട്ട് പറയോ, അയ്യോ ഈ മനുഷ്യൻ നല്ല ആളാണ്, ഇനി നിങ്ങളെല്ലാവരും കൂടെ ഷൗക്കത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് നീയല്ലേ നേരത്തെ വന്ന് പറഞ്ഞത് അത് മോശമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു വൈകാരിക പ്രശ്നമല്ല, ആര്യാടെ ഷൗക്കത്തിനെതിരെയുള്ള മാത്രമുള്ള വൈകാരിക പ്രശ്നമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ സംവിധാനത്തിൽ ഷൗക്കത്തിനെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നു? ഷൗക്കത്തിനെ പോലെ സംവിധാനമല്ല. ഈ അൻവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ എന്ത് ചെയ്യും, ജോയിനെ നിങ്ങൾ പ്രഖ്യാപിക്കൂ. ജോയിനെ പ്രഖ്യാപിച്ചാൽ കിട്ടുന്ന ഗുണം ഞാൻ പറയാം. ആ ഗുണം എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മാത്രമല്ല, അവിടുത്തെ ക്രിസ്ത്യാനികളും അവിടുത്തെ കർഷകരും എല്ലാം തിരുവിതാംകൂർ ഇത് കുടിയേറ്റ കർഷകരാണ്. അവരെ മനസ്സിലുള്ളതാണ് എന്താണ്? അവരെ മനസ്സിലുള്ളതെന്ന് പറയുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനമാണ്. ഈ കോൺഗ്രസ് എന്ന സംവിധാനത്തിൽ ആര്യാടെ ഷൗക്കത്തിനെ അവർ കണ്ടിട്ടേ ഇല്ല. അവർ ആര്യാടെ മുഹമ്മദിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ
പഞ്ചായത്തിൽ എന്തുകൊണ്ടാ ജയിച്ചത്? ഏത്? പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്? അല്ല, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് അധ്യക്ഷനായത്? കഴിഞ്ഞ 2 പ്രാവശ്യം മുനിസിപ്പാലിറ്റി ജയിക്കാൻ പറ്റുന്നില്ല എന്ന് മുനിസിപ്പാലിറ്റി ഷൗക്കത്ത് അതിന് ശേഷം ഒരു മുനിസിപ്പാലിറ്റിയിൽ ജയിക്കാൻ പറ്റാത്ത ആളെ പിടിച്ചിട്ട് ഈ പറഞ്ഞ MLA സ്ഥാനത്തേക്ക് ജയിപ്പിച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഇനി ഞാൻ ഉദാഹരണം പറയാം. ഇനി നിങ്ങൾ ഈ ഷൗക്കത്തിനെ ഇവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ ആ കളി അൻവർ നേരത്തെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ, എന്നെ ഇവർ ഈ UDFന്റെ ഭാഗമാക്കൂല. ഏതുവരെ? സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത് വരെ. പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് എന്നെ UDFന്റെ ഭാഗമാക്കും. എന്തുകൊണ്ടാണെന്നറിയോ, ഈ നിലമ്പൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിനകത്ത് അൻവറിൻ്റെ സേ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ നീട്ടി വെച്ച് അത് VD സതീശൻ്റെ പേരെടുത്ത് പറയുന്നുണ്ടല്ലോ. നീട്ടി വെച്ച് VD സതീശൻ ഈ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് വരെ എന്നെ അതിൻ്റെ ഭാഗമാക്കൂല. അപ്പോൾ എന്താണ്, പറയിപ്പിക്കാവുന്നത് മുഴുവൻ പറയിപ്പിച്ച് ഒരു എന്താണ് CPMനോട് അടിയുണ്ടാക്കി ഇവരുടെ ശത്രുപക്ഷത്തുള്ള ഭരണകക്ഷിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ഒരാളെ എന്തുകൊണ്ട് ഘടകകക്ഷിയാക്കുന്നില്ല? ഇനി ഘടകകക്ഷിയാക്കേണ്ട, നേരത്തെ പ്രഖ്യാപിച്ചുകൂടായിരുന്നോ? എത്ര വാർത്തകൾ നമ്മൾ കൊണ്ടു, നമ്മൾ തന്നെ എത്ര വാർത്തകൾ കൊടുത്തു. ഈ പറഞ്ഞപ്പോൾ ഈ ഘടകകക്ഷിയാക്കാൻ പോവാണ്, പ്രഖ്യാപിക്കും. എന്തിനാണ് പ്രഖ്യാപിക്കാത്തത്? ഇനി അവർ വന്ന് എന്താ പറയാമെന്ന് അറിയോ? ഇനി അൻവറെ ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചു വെച്ചോളൂ. ഇനി അൻവറിൻ്റെ മുന്നിൽ ഒരു സേ ഉണ്ട്. എന്താ സേ എന്നറിയോ? നിങ്ങൾ ഇനി പിന്നെ എന്താ ആര്യാടെ ഷൗക്കത്തിന് ഞാൻ അംഗീകരിക്കാൻ തീരുമാനിച്ചു എന്ന് വെക്കുക. ഇവർ ഘടകകക്ഷിയായി പ്രഖ്യാപിക്കുന്നതോടുകൂടി അൻവർ ഈ ആര്യാടെ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അൻവറിന് പറയാം, തോറ്റു കഴിഞ്ഞാൽ ഇത് ഞാൻ അന്നേ പറഞ്ഞതാണ് ആര്യാട് ഷൗക്കത്ത് ജയിക്കില്ല എന്നുള്ളത്. ആ സംവിധാനത്തിൽ നിങ്ങളാണല്ലോ ഇവരെ കൊണ്ടുവച്ചത്. ആ ഉത്തരവാദിത്തം എൻ്റെ തലയിൽ വെക്കണ്ട എന്ന് ആർക്ക് പറയാം? അൻവറിന് പറയാം. അല്ലെങ്കിൽ അൻവറിൻ്റെ സംവിധാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്തോടത്തോളം അൻവർ 100% ഉറപ്പാണ് അൻവർ ഈ ആര്യാട് ഷൗക്കത്ത് അവിടെ ജയിക്കില്ല. കാരണം രണ്ടാമത്തെ കാര്യം, 2 പ്രാവശ്യം അവിടെ ജയിച്ച MLA ആയ ആളാണ് പറയുന്നതെന്നേ. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ജോയി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പണ്ടാത്തെ? ജോയിക്ക് നേരത്തെ പറഞ്ഞുകൂടെ? ഞാൻ വിചാരിക്കുന്നില്ല ജോയിക്ക് VV പ്രകാശിൻ്റെ അത്രയും പോലും ജനസമ്മതി അവിടെ ഇല്ല. VV പ്രകാശിനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുന്ന മനുഷ്യൻ. ആ ആൾക്ക് പോലും ഈ പറഞ്ഞ അൻവറിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ വേറൊരു കാര്യം പറയാം. ഇനി അൻവർ സ്ഥാനാർത്ഥിയായി വന്നു എന്ന് വെക്കുക, UDF ഈ പറയുന്ന ആര്യാടെ ഷൗക്കത്തിനെ വെച്ച് നോക്കുക. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഈ അൻവറും UDFും കൂടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആര്യാടെ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ആര്യാടെ ഷൗക്കത്ത് തോക്കും. സ്ഥാനാർത്ഥിയായി PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാൽ 5000 തുടങ്ങി 10000 വോട്ട് നേടിയാൽ വരെ ഈ പറയുന്ന ആര്യാടെ ഷൗക്കത്ത് തോക്കും. അതുമാത്രമാണോ, അവിടുത്തെ കേഡർ വോട്ടുകളുണ്ടല്ലോ, 10-30,000 വരുന്ന CPMൻ്റെ കേഡർ വോട്ടുണ്ടല്ലോ, ആ കേഡർ വോട്ട് എവിടെയും പോകാൻ പോകുന്നില്ല. അത് മാത്രമാണ് പ്രശ്നം. ഈ പറഞ്ഞ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാന്നേ. BJPക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നും കൂടെ അൻവർ മനസ്സിലാക്കുന്നുണ്ട്. അൻവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്ത്? BJP സ്ഥാനാർത്ഥി ഇല്ല, ആ സ്ഥാനാർത്ഥി ഇല്ലാത്ത വോട്ട് CPMന് പോകും എന്നാൽ അൻവർ പറയുന്നുണ്ട്. അതുകൂടാതെ എന്താണ്, ഈ പറഞ്ഞ സാമുദായിക പ്രശ്നം കൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 10,000 വോട്ടാണ് BJPൻ്റെ വോട്ട് അങ്ങോട്ട് പോകണേ. നിങ്ങളെന്താ വിചാരിക്കുന്ന ഒരു വലിയ രീതിയിൽ മത്സരം നടക്കുന്നിടത്ത് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുന്നതാണോ? അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. ആകെ 5000 തുടങ്ങി 10,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടാൻ പോകുന്നത്. പ്രതിരോധത്തിലാക്കാനാണോ നോക്കേണ്ടത്? അപ്പോൾ ഒന്നും കൂടി പ്രതിരോധത്തിലാക്കാൻ അങ്ങനെയല്ലാതെ ആ പ്രതിരോധിക്കൽ തോക്കുന്ന സ്ഥാനാർത്ഥിയുടെ കാര്യമുണ്ടോ ഇല്ലയോ? അൻവർ സ്വതന്ത്രനായി മത്സരിച്ചതും ഞാൻ എന്തൊക്കെ അൻവറെ കണ്ടിട്ടുണ്ട്. ആ MLA സീറ്റിലേക്ക് നിയമസഭാ ഇലക്ഷനിലേക്ക് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷനിലേക്ക് സ്വതന്ത്രമായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സംവിധാനത്തിലെല്ലാം സ്വതന്ത്രനായി മത്സരിച്ച ബാക്ക്ഗ്രൗണ്ടാണ്. എന്ത്? പാർട്ടിയുടെ കൂടെ നിന്ന് മത്സരിച്ചതിനേക്കാളും അൻവറുണ്ട്. അതുകൊണ്ട് അൻവറിന് എന്താ, സ്വതന്ത്രനായി മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടും, നിലമ്പൂരിൽ കിട്ടും അൻവർ നല്ലതറിയാം. എന്താണ് പറയുന്നത്? അല്ലാതെ തോക്കുന്ന സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്നിട്ട് അവരെല്ലാവരും കൂടെ അൻവർ അടക്കം കൂടി സപ്പോർട്ട് ചെയ്തിട്ട് LDF ജയിച്ചാൽ പിന്നെ അൻവർ ഇല്ല. അല്ല, എൻ്റെ ചോദ്യം തിരിച്ചാണെങ്കിലോ, ഇനിയിപ്പോൾ സ്വതന്ത്രനായി നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയോ അതല്ല ഇപ്പോൾ ഉള്ള നിലപാട് തുടരുകയോ ചെയ്താൽ അൻവറുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയാം. അദ്ദേഹം മേടിക്കുന്ന 10,000 തുടങ്ങി 10,000 ഉറപ്പിക്കാം. ഇത് അദ്ദേഹത്തിന് ശക്തി ഇല്ലാതാവുന്നു. 10,000 വോട്ട് അൻവർ സ്വന്തമായി നേടുകയാണ്. ഈ 10,000ന്റെ ശക്തി അൻവറിനുണ്ട്. ഈ അൻവറിന് UDFന്റെ കൂടെ നിന്ന് തോറ്റാണ്ടല്ലോ, 10,000ന്റെ ശക്തി ഇല്ല, അൻവറും ഇല്ല, ആ പാർട്ടി ഇല്ല. അതാണ് സത്യം. തൃണമൂൽ നിലമ്പൂർ 10,000 വോട്ട് അല്ല. അപ്പൊ ഇത്ര ചോദ്യമാണ്. അപ്പൊ മത്സരം ജനവും പിണറായി നിങ്ങൾ ഈ സമയത്ത് രീതിയിൽ ലീഗിന്റെ ഒരു നേതാവ് ഒന്ന് പറഞ്ഞിട്ടോ അൻവർ നല്ല സോറി ഈ ഷൗക്കത്ത് കുഞ്ഞാലിക്കുട്ടിയാണ് ആദ്യം ഒന്ന് പ്രഖ്യാപിച്ചത്. ഒരു
അതല്ലേ ചെയ്യാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും UDF യോഗം ചേർന്നിട്ട് ഇനി ആളെ സജസ്റ്റ് ചെയ്യാൻ പറയും. ഇപ്രാവശ്യം എന്താ അറിയോ, ഇപ്രാവശ്യം ലീഗ് മുഴുവൻ കോൺഗ്രസിന് വിട്ടുകൊടുത്തു. കോൺഗ്രസ് തീരുമാനിച്ചോ. അതൊരു കോൺഗ്രസിന്റെ സീറ്റാണ്. ആ കോൺഗ്രസിന്റെ സീറ്റിൽ കോൺഗ്രസിന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് UDF തീരുമാനമെടുക്കുന്നു. പിന്നീട് ആരാ തീരുമാനിക്കേണ്ടത്? കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് അവിടെ തീരുമാനിച്ചു. തിരിച്ചങ്ങനെയാണ്. ലീഗിന്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയിട്ട് കോൺഗ്രസ് അഭിപ്രായം പറയാറില്ല. ഏതെങ്കിലും കേരള കോൺഗ്രസ് ജോസഫിന്റെ ഒരു മണ്ഡലത്തിൽ പോയിട്ട് കോൺഗ്രസ് അഭിപ്രായം പറയുന്ന രീതിയില്ല. അതാണ് കോൺഗ്രസിന്റെ രീതി. അപ്പൊ കോൺഗ്രസിന് അല്ല, അവിടെ ഒരു പ്രശ്നം അല്ല. ആയിക്കോട്ടെ, പക്ഷെ അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ളത് ആ പാർട്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയ അവകാശമാണ്. ആ രാഷ്ട്രീയ അവകാശത്തെ മുന്നണിയുടെ പുറത്ത് നിന്ന് തിരിച്ചാണല്ലോ പറയുന്നത്. എന്താണ് പി വി അൻവർ വിചാരിക്കുന്നത്? പിണറായി വിജയനെതിരാണോ അല്ലെങ്കിൽ കോൺഗ്രസിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഇപ്പൊ ചോദിക്കുന്നത്. എന്റെ ചോദ്യം നേരെ തിരിച്ചാണ്. കോൺഗ്രസ് എന്താ വിചാരിക്കുന്നത്? പി വി അൻവറിനെ ഈ കൂടെ ഒന്ന് കൂട്ടണ്ട, പി വി അൻവർ മാക്സിമം ഇളക്കി വിട്ടിട്ട് പിണറായി വിജയൻ ജയിച്ചോട്ടെ എന്നാണോ? പി വി അൻവർ എന്നൊരു വിഷയമേ അല്ല കോൺഗ്രസിന്. 2026 ഇലക്ഷനിൽ പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അതല്ലാന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഘടകകക്ഷികളെ എല്ലാവരെയും കൂട്ടി നിർത്തി അവരുടെ അഭിപ്രായം എടുത്ത് മുന്നോട്ട് പോകണം. അത് മാത്രമല്ല, അല്ലെങ്കിൽ അവർ ആദ്യം ചെയ്യണം എന്തായിരുന്നു അറിയോ? ആദ്യമേ ഒരു ദിവസം മുന്നേ അൻവറിനെ ഘടകകക്ഷിയായിട്ട് പ്രഖ്യാപിക്കണമായിരുന്നു. ഏതൊരു പാർട്ടിയുടെ ഇവിടുത്തെ വിഷയം ഘടകകക്ഷിയാണോ? അൻവറെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷിയാണ്. അത് പ്രഖ്യാപിച്ചിട്ട് വേണം. അല്ല, അതാണ് പ്രശ്നം. അപ്പൊ നിലവിൽ പി വി അൻവറിനെ സംബന്ധിച്ച് ജനവും പിണറായിസും അതൊക്കെ ഇരുന്ന് തള്ളുന്നതാണ്. ബാക്കി തന്റെ ആവശ്യം എന്താ? തന്നെ തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ VS ജോയിയെ സൈറ്റ് ലൈൻ ചെയ്യാണ്. ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ട് കോൺഗ്രസ് നേതൃത്വം സൈറ്റ് ലൈൻ ചെയ്യുകയാണ്. പ്രതിനിധിയെ അതൊന്ന് ആലോചിച്ച് നോക്കൂ. VS ജോയി 3 മിനിറ്റിനുള്ളിൽ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാ യോഗത്തിന് വിളിക്കും, എന്നിട്ട് പ്രസംഗിപ്പിക്കും. അത് UDF ഈ സമയം ആക്കിയിട്ടില്ല. ഈ എന്തർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? അതായത് പി വി അൻവർ UDFന്റെ ഘടകകക്ഷിയാണെന്ന് ഈ സമയം വരെ എന്നോട് എന്റെ വിഷയമേ അല്ല പി വി അൻവർ UDFന്റെ ഘടകകക്ഷിയാവണോ വേണ്ടയോ എന്നുള്ളത്. കോൺഗ്രസിന്റെ വിഷയമേ അല്ല പി വി അൻവറിനെ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അവർ തീരുമാനിച്ചു. UDFിലെ ആൾക്കാർക്ക് വിയോജിപ്പില്ലെന്ന് അറിയിച്ചു. ആദ്യം സഹകരണ കക്ഷിയാക്കാൻ തീരുമാനിച്ചു. സഹകരണ കക്ഷിയാക്കുന്ന നിമിഷം തന്നെ RMPയുടെ മോഡലിൽ സഹകരണ കക്ഷിയാക്കുന്ന നിമിഷം തന്നെ ആന്റോ ഇങ്ങനെ ഒരു കക്ഷിയെ UDFിൽ എടുത്ത എന്താ അവസ്ഥ? ഇങ്ങനെ ഒരു കക്ഷിയെ UDFിൽ എടുത്ത എന്താ അവസ്ഥ? അല്ല, ഇതുവരെ പറയാതെ നിങ്ങൾ എന്താണ് അൻവറിന്റെ സംവിധാനം നിങ്ങൾക്ക് ആവശ്യമാണ് എന്ത് ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ സമയം വരെ നിങ്ങൾ ഒരു കിട്ടൂല. അങ്ങനെ കാലു പിടിക്കാനൊന്നും കോൺഗ്രസിനെ കിട്ടില്ല. ഞാൻ പറയുന്നത് കോൺഗ്രസ് ഇന്നെടുത്ത തീരുമാനം തന്റെ ഇടത്തോടു കൂടി എടുത്ത തീരുമാനം. ഏതെങ്കിലും കാരണവശാൽ പി വി അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെങ്കിലുണ്ടല്ലോ, പി വി അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയില്ല, UDF ഇല്ല. അതിന് പകരം കോൺഗ്രസ് എടുത്ത തീരുമാനം എന്താ? കോൺഗ്രസ് തീരുമാനിച്ചു ഈഗോ മാത്രാണ്. എന്തല്ല 2026 ഇലക്ഷൻ അല്ല കോൺഗ്രസിന് മുന്നിൽ ഇപ്പൊ. Meet the editors.